പ്രിയപ്പെട്ടവരെ, സിൻ എന്ന നോവലിൻ്റെ ചർച്ചയ്ക്ക് വിളിച്ചതിൽ വളരെയേറെ സന്തോഷം തോന്നുന്നു. കാരണം നേരത്തെ സഖാവ് ഗിരീഷ് പറഞ്ഞതുപോലെ ഇതൊരു വെറും നോവലല്ല. ഇതൊരു പ്രതിരോധത്തിൻ്റെ രാഷ്ട്രീയം തന്നെയാണ്. ഈ നോവൽ വായിക്കുന്ന ഓരോരുത്തർക്കും അത്തരമൊരു മനസ്സ് ഈ നോവലിനോട് ഐക്യപ്പെട്ടു പോകാനുണ്ടായിരിക്കും. ഒപ്പം തന്നെ ആ നോവലിൽ പ്രതിപാദിക്കുന്ന മനുഷ്യരോടും. അതുകൊണ്ട് തന്നെ ഈ നോവലിൻ്റെ ചർച്ചയ്ക്ക് എന്നെ ക്ഷണിച്ചതിൽ വളരെയേറെ സന്തോഷം തോന്നുന്നുണ്ട്. ഏത് നിമിഷവും എവിടെ വേണമെങ്കിലും ഒരു യുദ്ധം പൊട്ടിപ്പുറപ്പെടാൻ സാധ്യതയുള്ള തീർത്തും അരക്ഷിതമായ ഒരു ലോകത്തിരുന്നുകൊണ്ടാണ് പണ്ട് ജയപ്രകാശ് കുളൂര് മാഷ് പറഞ്ഞതുപോലെ അസ്ഥാനത്തൊരു ആശ്ചര്യ ചിഹ്നം പോലെ നാം ഹരിത സാവിത്രിയുടെ സിൻ എന്ന നോവൽ ചർച്ച ചെയ്യുന്നത്. ഒന്ന് ഓർത്തു നോക്കിയാൽ ഒരുപക്ഷെ ഏറ്റവും വൈകൃതമായി ഈ പ്രകൃതിയിൽ സഹജീവനം നടത്തുന്നത് മനുഷ്യരായിരിക്കണം. ആത്മരക്ഷയ്ക്കോ ആഹാരത്തിനോ അല്ലാതെ മൃഗങ്ങൾ പോലും പരസ്പരം ആക്രമിക്കാത്ത പ്രകൃതിയിൽ അഹങ്കാരത്തോടെ, പകയോടെ, പ്രതിഷേധത്തോടെ, ജാതിയുടെയും മതത്തിൻ്റെയും വർണ്ണത്തിൻ്റെയും വർഗത്തിൻ്റെയും ലിംഗത്തിൻ്റെയും അസമത്വത്തിൻ്റെ പേരിൽ മനുഷ്യർ പോരടിക്കുന്നുണ്ട്, ഇല്ലായ്മ ചെയ്യുന്നുണ്ട്. വെട്ടിപ്പിടിച്ച മനുഷ്യർ ഭരിക്കുന്ന ഈ നാട്ടിൽ വെട്ടിയൊതുക്കപ്പെട്ടവർ അഭയാർത്ഥികളായി നാട് കടക്കുന്നുണ്ട്, നാട് കടത്തപ്പെടുന്നുണ്ട്. സിൻ എന്ന നോവൽ ഈ അവസ്ഥയുടെ ഒരു നേർചിത്രം തന്നെയാണ്. നമ്മൾ എന്നാണ് കുർദികളെക്കുറിച്ച് ആകുലരാവാൻ തുടങ്ങിയത്? നമ്മളെന്നാൽ സാധാരണ മനുഷ്യർ. ഒരുപക്ഷെ തുർക്കിയിലെ ബ്രോഡൻ കടൽ തീരത്ത് ഒന്നുമറിയാതെ ഉറങ്ങിക്കിടക്കുന്ന ഐലാൻ കുർദി എന്നൊരു കൊച്ചു കുഞ്ഞിനെ, ആ കൊച്ചു കുഞ്ഞിനെ നേരെ മാധ്യമങ്ങൾ കണ്ണു തുറന്നപ്പോഴായിരിക്കാം ഒരുപക്ഷെ നമ്മൾ കുർദികളെക്കുറിച്ച് ചിന്തിച്ചു തുടങ്ങിയിട്ടുണ്ടാവുക. അതുകൊണ്ട് തന്നെ നമുക്ക് അല്പം ചരിത്രമൊന്ന് പറഞ്ഞുകൊണ്ട് സിന്നിലേക്ക് കടക്കാമെന്ന് കരുതുന്നു. ഇറാഖ്, തുർക്കി, സിറിയ, അർമേനിയ എന്നീ അതിർത്തികൾ പങ്കിടുന്ന രാജ്യങ്ങളിൽ ചിതറിക്കിടക്കുന്നവരാണ് ഭൂരിപക്ഷവും ഇസ്ലാം മതവിശ്വാസികളായ കുർദുകൾ. 20-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കം മുതലാണ് ഈ രാജ്യങ്ങളിൽ കുർദ് ഭൂരിപക്ഷ മേഖല വേർതിരിച്ച് കുർദിസ്ഥാൻ എന്ന ആശയം ശക്തമാവാൻ തുടങ്ങിയത്. പോകെ പോകെ അതാത് രാജ്യങ്ങളിൽ ന്യൂനപക്ഷമായ കുർദുകൾ വംശവെറിക്ക് ക്രൂരമായി ഇരയാവുകയുണ്ടായി. പല രാജ്യങ്ങളിലും അധികാരികൾ നടത്തിയ കൂട്ടക്കൊലയിൽ ആയിരക്കണക്കിന് കുർദുകൾ കൊല ചെയ്യപ്പെട്ടു. കുർദുകളുടെ അസ്തിത്വം തന്നെ ടർക്കിയിൽ നഷ്ടപ്പെട്ടു എന്ന് പറയാം. കുർദ്, കുർദിസ്ഥാൻ തുടങ്ങിയ വാക്കുകൾ ഉച്ചരിക്കാൻ പോലും പാടില്ലായിരുന്നു. മലമുകളിലെ തുർക്കികൾ എന്നാണ് അവരെ 1991 വരെ വിളിച്ചിരുന്നത്. ഈ ആശയങ്ങളൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ടാണ് നാം ഈ നോവലിലേക്ക് പ്രവേശിക്കേണ്ടത് എന്ന് കരുതുന്നു. ഹരിത സാവിത്രി ഒരു പ്രവാസിയായ എഴുത്തുകാരിയാണ്. 2022 മികച്ച യാത്രാവിവരണ ഗ്രന്ഥത്തിനുള്ള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചത് അവരുടെ മുറിവേറ്റവരുടെ പാതകൾ എന്ന പുസ്തകത്തിനാണ്. അതിനുശേഷം 2023 നോവൽ ശാഖയിൽ സിൻ എന്ന നോവലിനും അവർക്ക് അവാർഡ് ലഭിക്കുന്നു. തൃശ്ശൂരിലെ പബ്ലിക് ലൈബ്രറിയിൽ വെച്ച് നടന്ന ഒരു ചടങ്ങിൽ ഈ സിനിനെ കുറിച്ച് സംസാരിക്കാൻ ഞാനും ഉണ്ടായിരുന്നു. അന്ന് അവരോട് ഓഡിയൻസ് ആയിരുന്ന ആളുകൾ ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കുകയുണ്ടായി. അതിലൊരു ചോദ്യം ഇങ്ങനെയായിരുന്നു: എന്തുകൊണ്ട് കുർദുകളെക്കുറിച്ച് അല്ലെങ്കിൽ എന്തുകൊണ്ട് ഈ മനുഷ്യരെക്കുറിച്ച് സംസാരിക്കുന്നു എന്ന്. അവരതിന് പറഞ്ഞ ഉത്തരം വളരെ ശക്തമായ അവരുടെ പ്രതിരോധത്തിൻ്റെ ഭാഷയാണ്. ബാഴ്സലോണ യൂണിവേഴ്സിറ്റിയോട് ചേർന്ന് ഗവേഷണം ചെയ്യുന്ന അവർ ഇതൊക്കെ ദിവസേന കാണുന്ന കാഴ്ചകളാണ്. അവിടെയുള്ള കുഞ്ഞുങ്ങളുടെ മുഖത്ത് വിളറിയ ഒരു ഭാവമാണ്, അവരുടെ കണ്ണുകളിൽ തിളക്കമില്ല. എപ്പോൾ വേണമെങ്കിലും ബലാത്സംഗം ചെയ്യപ്പെടാം എന്ന ഒരു ആധിയോടെ നടന്നു പോകുന്ന പെൺകുട്ടികൾ, എപ്പോൾ വേണമെങ്കിലും പിടിക്കപ്പെടാം, പിടിച്ചുകൊണ്ടുപോയി കൊല്ലപ്പെടാം എന്ന് വിശ്വസിക്കുന്ന യുവാക്കളും പുരുഷന്മാരും ഇവരുടെ ഇടയിൽ കിടന്ന് ജീവിക്കുമ്പോൾ
സ്വാതന്ത്ര്യബോധമുള്ള ഒരു രാജ്യത്തെ ഒരു സിറ്റിസൺ എന്ന നിലയിൽ എനിക്കത് എഴുതാതിരിക്കാനാവില്ല. അവർക്ക് ഒരുപക്ഷേ ഞാൻ ഇതിനെക്കുറിച്ച് എഴുതിയിരിക്കുന്നുവെന്നോ, അല്ലെങ്കിൽ ഈ ഒരു എഴുത്തുകൊണ്ട് എനിക്ക് അക്കാദമി അവാർഡ് ലഭിച്ചിരിക്കുന്നുവെന്നോ അവർക്കറിയില്ലായിരിക്കാം. പക്ഷേ അവരെക്കുറിച്ച് എഴുതാൻ ഞാനല്ലേ ഉള്ളൂ. അവരെക്കുറിച്ചെങ്കിലും എഴുതിയില്ലെങ്കിൽ പിന്നെ ഞാൻ എന്തിനാ ഒരു ഉത്തരമാണ് അവരതിന് നൽകിയത്. സത്യത്തിൽ ഒരു എഴുത്തുകാരൻ്റെ അല്ലെങ്കിൽ എഴുത്തുകാരിയുടെ സമൂഹത്തോടുള്ള പ്രതിബദ്ധതയുടെ നേർവാക്കുകളായിരുന്നു അവരിൽ നിന്ന് ആദ്യം കേട്ടത്. പ്രത്യേകിച്ചും തനിക്കറിയില്ല എന്ന് പറഞ്ഞ് അവരേറ്റവും സൗമ്യമായ ഭാഷയിൽ, ഏറ്റവും സത്യസന്ധമായ ഭാഷയിലാണ് അവരന്ന് സംസാരിച്ചത്. പലപ്പോഴും സംസാരിക്കുന്നതിനിടയിൽ അവരുടെ വാക്കുകൾ ഇടറുന്നുണ്ടായിരുന്നു. കണ്ണുകൾ നിറയുന്നുണ്ടായിരുന്നു. ഒരു നോവലായി മാത്രം വായിക്കുന്ന, അതും മലയാളത്തിൽ വായിക്കുന്ന ഇത്തിരി വട്ടമുള്ള മലയാളികൾക്കിടയിലേക്ക് അങ്ങനെ ഒരു നോവൽ അവര് എഴുതുമ്പോൾ അവരെത്ര കണ്ട് അനുഭവിച്ചിട്ടുണ്ടായിരിക്കണം എന്ന് നമുക്ക് ഓരോരുത്തർക്കും മനസ്സിലാക്കാൻ സാധിക്കും. അത്രയും വ്യക്തതയുള്ള അല്ലെങ്കിൽ അത്രയേറെ അതിനെക്കുറിച്ചുള്ള ക്ലാരിറ്റിയുള്ള എഴുത്തായിരുന്നു അത്. ഒരു നോവലിൽ വായിച്ച് നമുക്ക് ഇത്രയേറെ സങ്കടം തോന്നുന്നുണ്ടെങ്കിൽ അത് നേരിട്ട് അനുഭവിക്കുമ്പോൾ എന്തായിരിക്കും അവർക്ക് ഓരോരുത്തർക്കും തോന്നിയിട്ടുണ്ടാവുക എന്ന് ചിന്തിക്കുമ്പോൾ നമ്മൾ എത്ര കണ്ട് ഭാഗ്യവാന്മാരാണ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല, അത് വേറൊരർത്ഥത്തിൽ. എങ്കിലും നമുക്ക് ചിന്തിച്ചു പോകാം. ഹരിത സാവിത്രിയുടെ നോവൽ ചർച്ച ചെയ്യുമ്പോൾ അതിനു മുമ്പ് ഒരു സംഭവം ഓർത്ത് പറയാം. തൃശ്ശൂരിൽ ഇറ്റ്ഫോക്ക് എല്ലാ വർഷവും നടക്കുന്നതാണ്. ആ നാടകവാരത്തിൽ, അതിൽ 10 ദിവസം നീണ്ടു നടക്കുന്ന ഇറ്റ്ഫോക്കിൽ ഓരോ ദിവസവും നാടകം കഴിയുമ്പോൾ ഞങ്ങൾ കുറച്ച് പേര് നാടകം കഴിഞ്ഞാലും ആ നാടകമുറ്റത്ത് കൂടി നിൽക്കും. കൂടി നിന്ന് എല്ലാവരും കൂടെ പാട്ടുപാടുകയും ചിലപ്പോൾ നാടകത്തെക്കുറിച്ചായിരിക്കാം, അല്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്ത് സന്തോഷത്തോടെ പിരിയലാണ് പതിവ്. അങ്ങനെ ഒരു ദിവസം കുട്ടികളെല്ലാവരും പാട്ടൊക്കെ പാടുന്ന സമയത്ത് ഒരു വിദേശ വനിത, അവർ നാടകപ്രവർത്തകയാണ്, അവരിത് വളരെ കൗതുകത്തോടു കൂടി നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. ഞങ്ങളെല്ലാവരും പിരിയുന്ന സമയത്ത് ആ സ്ത്രീ എൻ്റെ അടുത്ത് വന്ന് അവരെന്നോട് പറഞ്ഞു, "യു പീപ്പിൾ ആർ വെരി ഹാപ്പി, യു സ്മൈൽ സോ ബ്യൂട്ടിഫുള്ളി." നിങ്ങളെല്ലാവരും വളരെ സന്തുഷ്ടരാണ്. നിങ്ങൾ അതിമനോഹരമായി പുഞ്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. അതിന് മറുപടിയായി അവരോട് പറഞ്ഞു, "യെസ്, വി ആർ ഹാപ്പി." അപ്പോൾ അവരതിന് മറുപടി എന്നോട് പറഞ്ഞത്, ചേർത്ത് പറഞ്ഞ ഒരു സംഭവമുണ്ട്. ജസ്റ്റ് ബിക്കോസ് യു ഡോണ്ട് നോ ഓർ എക്സ്പീരിയൻസ് വാർ എന്ന്. നമ്മൾ യുദ്ധം കാണാത്ത ജനതയാണെന്ന്. അതുകൊണ്ടാണ് നമ്മൾ ഇത്രയേറെ സന്തോഷിക്കുന്നതെന്നാണ് അവർ പറഞ്ഞത്. ലിറ്ററലി അത് നോക്കുമ്പോൾ ശരിയാണ്. നമ്മൾ യുദ്ധം അനുഭവിക്കാത്ത ജനതയാണ്. അതിർത്തിയിൽ നിന്നുള്ള ബോംബ് വർഷങ്ങളോ വെടിവെപ്പോ അല്ലെങ്കിൽ രാജ്യത്തെ അടിച്ചമർത്തുന്നതോ അല്ലെങ്കിൽ ആക്രമിച്ച് കീഴടക്കുന്നതോ ഒന്നും നമ്മൾ ഇന്ത്യക്കാർ കണ്ടിട്ടില്ല. പക്ഷെ അന്ന് അഭിമാനത്തോടു കൂടി പോന്ന ഞാൻ വൈകുന്നേരം ഇരുന്ന് ആലോചിക്കുമ്പോഴാണ് തോന്നുന്നത്, നമ്മൾ യുദ്ധം കണ്ടിട്ടില്ലേ? നമ്മൾ അടിച്ചമർത്തൽ അനുഭവിച്ചിട്ടില്ലേ? സത്യമായും ഉണ്ട്. ഗോത്രയിൽ സംഭവിച്ചത് എന്താണ്? മണിപ്പൂരിൽ സംഭവിക്കുന്നത് എന്താണ്? കാശ്മീരിൽ സംഭവിച്ചതും സംഭവിക്കുന്നതും സംഭവിക്കാനിരിക്കുന്നതും എന്താണ്? യുദ്ധം തന്നെയല്ലേ അത്? പ്രബലരായ മനുഷ്യർ സ്റ്റേറ്റിന്റെ പേരിൽ, അധികാരത്തിന്റെ പേരിൽ ദുർബലരായ മനുഷ്യരെ അടിച്ചമർത്തുന്നതിനും പേര് യുദ്ധമെന്ന് തന്നെയല്ലേ? പാവപ്പെട്ട മനുഷ്യരെ അവരുടെ അത്യന്താപേക്ഷിതമായ അടിസ്ഥാന സൗകര്യങ്ങൾ നിരാകരിക്കുന്നത്, ജാതിയുടെ, മതത്തിന്റെ, വർണ്ണത്തിന്റെ പേരിൽ അടിച്ചമർത്തുന്നത് യുദ്ധം തന്നെയല്ലേ? തീർച്ചയായും അത് യുദ്ധം തന്നെയാണ്. ഇന്ന് നമ്മളെല്ലാം അത് തിരിച്ചറിയണം. മണിപ്പൂരിൽ സംഭവിക്കുന്നത് എന്താണ്? സ്ത്രീകൾക്ക് നേരെ, കുട്ടികൾക്ക് നേരെയുള്ള അതിക്രമങ്ങൾ യുദ്ധത്തിന്റെ മറ്റൊന്നല്ലേ? ഹരിത സാവിത്രിയുടെ സിൻ എന്ന നോവൽ പറയുന്നത്, എന്ന് അങ്ങ് തുർക്കിയിൽ നടക്കുന്നത്, കുർദുകളുടെ ഇടയിൽ നടക്കുന്ന ആ യുദ്ധം ഇന്ത്യക്ക് വിദൂരമല്ല എന്നൊരു വലിയ സത്യം തന്നെയാണ്. ഇന്ന് ലോകത്തെ മറ്റേത് രാജ്യത്തും നടക്കുന്ന ഇത്തരം അധിനിവേശങ്ങൾ, അപായമണികൾ ഇന്ത്യയിലും സാധ്യമാകാൻ വലിയ ദൂരം വേണ്ട എന്നൊരു മുന്നറിയിപ്പ് കൂടിയാണ് സിൻ എന്ന നോവൽ നമുക്ക് മുന്നിൽ പറയുന്നതെന്ന് കൂടെ പറയട്ടെ. നമുക്ക് നോവലിനെ കുറിച്ച് സംസാരിക്കാം. 379 പേജാണ് ഈ നോവലിലുള്ളത്. സിൻ എന്നാൽ കുർദുകളുടെ കുർമാഞ്ചി ഭാഷയിൽ ജീനി എന്നൊരർത്ഥം വരുന്നുണ്ട്. കുതിരകളുടെ ജീനി.
കുതിരകളുടെ, ഒട്ടകങ്ങളുടെ, കഴുതകളുടെ ഒക്കെ പുറത്തിരുന്ന് പോകുന്നവർ ഉപയോഗിക്കുന്ന ഒരു ഉപധാനമാണ് ഈ ജീനി എന്ന് പറയുന്നത്. ഒരർത്ഥത്തിൽ നോക്കുമ്പോൾ അവരുടെ സൗകര്യത്തിന് വേണ്ടി അവർ കുതിരപ്പുറത്ത് വെക്കുന്നൊരു ജീനി. വളരെ വിദൂരമായ ഒരു അർത്ഥത്തിൽ നമുക്ക് അങ്ങനെയും അത് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും. എന്തിനാണ് ഈ ജീനി എന്നുള്ളത് ഉപയോഗിച്ചു എന്നുള്ളത്. ജീനി സ്ത്രീ എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും സത്യത്തിൽ ഹരിതയോട് സംസാരിച്ചപ്പോൾ അവര് പറഞ്ഞത് ജീനി എന്നൊരർത്ഥത്തിൽ തന്നെയാണ് ഞാനത് ഉപയോഗിച്ചത് എന്നാണ്. ഈ നോവൽ ഒരു സാഹിത്യം പഠിപ്പിക്കുന്ന ഒരു അധ്യാപിക എന്ന നിലയിൽ ഈ നോവലിന്റെ പ്ലോട്ടിനെ കുറിച്ച് പറയാം. ഇത് നടക്കുന്നത് എന്താണ്? ഒരു ഒരു പെൺകുട്ടിയുടെ തന്റെ കാമുകനെ അന്വേഷിച്ചു കൊണ്ടുള്ളൊരു യാത്രയാണെന്ന് വേണമെങ്കിൽ പറയാം. അല്ലെങ്കിൽ കുർദുകളുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള പോരാട്ടമാണെന്ന് പറയാം. ഇത് നടക്കുന്നത് ഇതിന്റെ സെറ്റിംഗ് എന്ന് പറയുന്നത് കുർദുകൾക്ക് അധിനിവേശമുള്ള സ്ഥലങ്ങളിൽ വെച്ചാണ്. പ്രത്യേകിച്ചും ദിയർ ബക്കറിൽ വെച്ചാണ്. ഇതിൽ ക്യാരക്ടേഴ്സിനെ കുറിച്ച് പറയാം. ഇതിൽ ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ട്, കഥാപാത്രങ്ങൾ. ഒരു ഇന്ത്യൻ വംശജയായ സീത മുതൽ അവളുടെ കാമുകനുണ്ട്, അവർ ചെന്നെത്തുന്ന സ്ഥലങ്ങളുണ്ട്. അങ്ങനെ കഥാപാത്രങ്ങളെ കുറിച്ച് നമുക്ക് പറയാം. ഇത് റൈസിംഗ് ആക്ഷൻ, ഫോളിംഗ് ആക്ഷൻ, ഇതൊക്കെ നമുക്ക് ഒരു സാഹിത്യകൃതി എന്ന നിലയിൽ അതിനെ അപഗ്രഥിച്ച് പറയാൻ സാധിക്കും. പക്ഷെ എനിക്ക് കൂടുതൽ താല്പര്യം തോന്നുന്നത് ഇതൊരു സാഹിത്യത്തിന്റെ അളവുകോലുകളോ അല്ലെങ്കിൽ അതിന്റെ സ്ട്രക്ചറോ വെച്ച് പറയുന്നതിനേക്കാൾ നല്ലത് ഒരു വായനയിൽ നമ്മളെ എങ്ങനെയാണ് സിൻ എന്ന നോവൽ ബാധിച്ചിരിക്കുന്നത്. സത്യത്തിൽ ആ വാക്ക് തന്നെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് തോന്നുന്നു. എങ്ങനെയാണ് അത് ബാധിച്ചിരിക്കുന്നത് എന്ന് പറയാനാണ് എനിക്ക് കൂടുതൽ താല്പര്യം തോന്നുന്നത്. മിക്കവാറും നിങ്ങളിൽ എല്ലാവരും തന്നെ ഈ കഥ അല്ലെങ്കിൽ ഈ നോവൽ വായിച്ചിരിക്കും. പക്ഷെ വായിക്കാൻ സാധിക്കാത്തവർക്ക് വേണ്ടി മാത്രം ആ നോവൽ ഒന്ന് വളരെ ചുരുക്കത്തിൽ, മുഴുവനൊന്നും പറയാൻ സാധിക്കില്ല നമുക്കത് മാത്രം ഒന്ന് പറഞ്ഞു പോവാം എന്ന് കരുതുകയാണ്. കുർദുകളുടെ പോരാട്ടത്തിന്റെ ആസ്ഥാനമായ ദിയർ ബക്കറിൽ നിന്നാണ് ഈ കഥ തുടങ്ങുന്നത്. സ്പെയിനിലെ ബാർസലോണ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന ഇന്ത്യൻ വംശജയായ സീത എന്ന പെൺകുട്ടി തന്റെ സുഹൃത്തായ തിമൂറിനോടൊപ്പം കാമുകനായ ദേവ്രാനെ തേടിയെത്തുന്നു. അവിടെ എത്തുന്നതുവരെ ആ രാജ്യത്തിന്റെ അന്നത്തെ അവസ്ഥയെക്കുറിച്ചോ ആ രാജ്യത്തിലെ ജനങ്ങൾ അനുഭവിക്കുന്ന സങ്കടങ്ങളെക്കുറിച്ചോ പോരാട്ടത്തെക്കുറിച്ചോ ഒന്നും സീതയ്ക്ക് വലിയ പിടിയൊന്നുമില്ല. അവൾ ഗർഭിണിയാണ്. അവളുടെ സ്വന്തം വീട്ടിലുള്ളവർ ഉപേക്ഷിച്ചിരിക്കുകയാണ്. കാരണം നമ്മുടെ സംസ്കാരവും അവിടുത്തെ സംസ്കാരവും അജഗജാന്തരം വ്യത്യാസമുണ്ടല്ലോ. പക്ഷെ അവൾക്ക് അവളുടെ കാമുകനെ കണ്ടേ മതിയാകൂ. അവർ അവിടെ എത്തിക്കുമോ എന്നൊരു സംശയം തോന്നുന്നത് കൊണ്ട് അവൾ അവിടെ നിന്ന് രക്ഷപ്പെടുന്നു. അവിടെ നിന്ന് അവൾ അവന്റെ നാടായ ചിസ്കയിലെത്തുകയാണ്. ചിസ്കയിലെത്തുമ്പോൾ ദേവറാന്റെ വീട്ടില് ഉള്ളത് അച്ഛനും അമ്മയുമുണ്ട്. അവന്റെ പ്രിയപ്പെട്ട നായയുണ്ട്. അവർക്ക് 3 മക്കളാണുള്ളത്. ദേവ്രാൻ, അർമാൻ, സഹോദരിയായ കുൽ. ഈ 3 മക്കളും അവിടെയില്ല. തീവ്രമായ കലാപം നടക്കുന്ന ഒരു രാജ്യമാണത്. അവിടെ അച്ഛനും അമ്മയും വളരെ സ്നേഹത്തോടു കൂടി അവളെ സ്വീകരിക്കുന്നു, മകന്റെ കാമുകിയാണെന്നറിയുമ്പോൾ. അവൾ ഗർഭിണിയാണെന്നറിയുമ്പോൾ അമ്മ വളരെയധികം സ്നേഹത്തോടെ അവളെ പരിചരിക്കുന്നു. അന്ന് രാത്രി അവളുടെ കാമുകൻ എത്തുന്നു. പക്ഷേ പിറ്റേന്ന് അവളെ പോലീസ് പിടിച്ചു കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. പോലീസ് എന്നോ പട്ടാളക്കാരെന്നോ പറയാവുന്ന ആ സ്റ്റേറ്റിന്റെ വക്താക്കളാണ് പിടിച്ചു കൊണ്ടുപോകുന്നത്. ആ പിടിച്ചു കൊണ്ടുപോയതിന് ശേഷമുള്ള സീതയുടെ ജീവിതം അതിഭീകരമാണ്. ഘോരമായിട്ടുള്ള പീഡനങ്ങൾക്കും ബലാത്സംഗം എന്നല്ല, ബലാത്സംഗങ്ങൾക്കും അവൾ വിധേയയാകുന്നുണ്ട്. അതിനുശേഷം ജീവൻ മാത്രം അവൾ ബാക്കിയാകുന്നു. അവൾ ഗർഭിണിയായിരുന്നു. അവൾ അബോർട്ടഡ് ആകുന്നുണ്ട്. വെറും അബോർഷൻ അല്ല അത്. അവളുടെ ഭ്രൂണം പുറത്തേക്കിറങ്ങി കിടക്കുന്ന ഒരവസ്ഥയിൽ ഒരു ജീവൻ മാത്രം ബാക്കി വെച്ച് അവളെ അവർ ഒരു ഹോസ്പിറ്റലിൽ ചെന്ന് കൊണ്ടുപോയി വെക്കുന്നു, അല്ലെങ്കിൽ കിടത്തുന്നു. ആ ഹോസ്പിറ്റലിൽ അവളെ സഹായിക്കാൻ വളരെ ദയാലുവായ ഒരു ഡോക്ടർ ഉണ്ടായിരുന്നു. സ്വന്തം ജീവൻ പോലും പണയം വെച്ചുകൊണ്ട് അയാൾ അവളെ ശുശ്രൂഷിക്കുന്നു എന്നതിനേക്കാൾ അപ്പുറത്തേക്ക് സുരക്ഷിതമായി അവളെ സംരക്ഷിക്കുന്നു എന്ന് വേണം പറയാൻ. അങ്ങനെ പത്രക്കാരെ വാർത്ത അറിയുന്നു. സീത പഠിച്ച കോളേജിലുള്ള അധ്യാപകനും
ബാക്കിയുള്ള വിദ്യാർത്ഥികളും കൂടി ഒരു കലാപം പൊട്ടിപ്പുറപ്പെടുന്നു. പത്രക്കാരറിയുന്നു, മാധ്യമങ്ങളിൽ പ്രസിദ്ധീകരിക്കുന്നു. ഇത് 2 രാജ്യങ്ങൾ തമ്മിലുള്ള വലിയൊരു ബന്ധത്തിന് ഉലച്ചിൽ തട്ടുന്ന വിധത്തിലാകുന്നു. അങ്ങനെ സീതയെ അവർക്ക് മോചിപ്പിക്കേണ്ടി വരികയാണ്. ആ സ്വതന്ത്രയാകാൻ മുമ്പ് സീതയെ നാട്ടിൽ നിന്ന് കാണാൻ അവളുടെ ബന്ധുവായ സോമശേഖരൻ എത്തുന്നുണ്ട്. പക്ഷേ അയാൾക്ക് കേരളത്തിലേക്ക് സീതയെ കൊണ്ടുവരാൻ വയ്യ. അങ്ങനെ സീത വീണ്ടും ബാഴ്സലോണ യൂണിവേഴ്സിറ്റിയിൽ ഗവേഷണത്തിനു വേണ്ടി തുടരാനായി തീരുമാനിക്കുന്നു. അവൾ ബാഴ്സലോണ യൂണിവേഴ്സിറ്റിയിലേക്ക് കയറി പോകുന്നിടത്ത് വെച്ച് അവിടെ കഥ അവസാനിക്കുകയാണ് ചെയ്യുന്നത്. ഇതാണ് ഒറ്റ അല്ലെങ്കിൽ ഒരു വൺ സ്റ്റോറി ലൈൻ എന്നൊക്കെ പറയുന്ന വിധത്തിൽ ഈ കഥയെക്കുറിച്ച് പറയാനുള്ളത്. പക്ഷേ ഇത് മാത്രമല്ല സിൻ എന്ന് പറയുന്നത്. സീത ഒരു മഹാനദിയാണ്. അവളിലേക്ക് എത്തുന്ന ചെറുനദികൾ പോലെയും അവളിൽ നിന്ന് പുറപ്പെടുന്ന ഉപനദികൾ പോലെയും ഈ നോവലിൽ ഒരുപാട് ഉപകഥകളുണ്ട്. പല ജീവിതങ്ങളുണ്ട്. സീത അതിൽ നിന്ന് ഒരു മാലയിലെ ഒരു വാഴനാര് പോലെയോ നൂല് പോലെയോ ഇതിനുള്ളിൽ നിന്നും ഒരറ്റത്തിൽ നിന്നും മറ്ററ്റത്തേക്ക് കോർത്തു വലിക്കുന്ന ഒന്ന് മാത്രമാണ് സീത. സീതയ്ക്ക് പ്രാധാന്യം ഇല്ലെന്നല്ല പറയുന്നത്. പക്ഷേ ആ സീതയേക്കാൾ പ്രാധാന്യമുള്ള കഥാപാത്രങ്ങൾ പലരും അതിലുണ്ട് എന്നുള്ളതാണ്. ഇതിലെല്ലാം ജീവനുള്ള മനുഷ്യരുണ്ട്. അതുപോലെ വെറുത്തും വേദനിച്ചും പ്രണയിച്ചും ഭയന്നും അവരും സീതയോടൊപ്പം സഞ്ചരിക്കുന്നുണ്ട്. ഒപ്പം തന്നെ ദേവ്രാന്റെ ഒരു നായയുമുണ്ട്. പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുന്ന കെട്ടിടങ്ങളുണ്ട്. ആ കെട്ടിടങ്ങളിൽ നിന്ന് പുറത്തേക്ക് വരുന്ന പുകകളുണ്ട് ബോംബേറിൽ. അതിൽ നിന്നും വരുന്ന ചീഞ്ഞ മനുഷ്യരുടെ ഗന്ധമുണ്ട്. ഞെരങ്ങുന്ന പാതി ജീവനെത്തിയ മനുഷ്യരുണ്ട്. ഇതെല്ലാം നോവലിൽ ഒന്നും മറ്റൊന്നായി കോർത്തു പോകുന്നതാണ് സിൻ എന്ന നോവൽ. വിസ്തരിച്ച് ഇതിനെക്കുറിച്ച് പറയാൻ ഇല്ലെങ്കിൽ പോലും ഈ കഥയിലൂടെ അല്ലെങ്കിൽ ഈ നോവലിലൂടെ പോകുമ്പോൾ ഇതിലെ പല പ്രമേയങ്ങളും നമ്മൾ തൊട്ടുപോയി തന്നെ മതിയാവുള്ളൂ. അതിലാദ്യം പറയേണ്ടത് കുർദുകളുടെ ചെറുത്തുനിൽപ്പ് തന്നെയാണ് പറയേണ്ടത്. ഇവിടെയാണ് ഹരിത സാവിത്രി എന്ന എഴുത്തുകാരിയുടെ മുഴുവൻ ബ്രില്യൻസും നമുക്ക് അനുഭവപ്പെടുന്നത്. ഈ കലാപം അല്ലെങ്കിൽ യുദ്ധം കുർദുകളും അവരെ അടിച്ചമർത്തുന്ന സ്റ്റേറ്റുമായാണ്. അതിലെ സ്റ്റേറ്റിലെ പ്രതിനിധികളാണ് പട്ടാളക്കാരും പോലീസുകാരും. അതിക്രൂരമായി തൻ്റെ എതിരാളികളോട് ഇടപെടുന്ന ഈ 2 കൂട്ടരിലെ ഒരാൾക്ക് പോലും പേര് നോവലിസ്റ്റ് കൊടുക്കുന്നില്ല. യൂണിഫോം ധരിച്ച പട്ടാളക്കാരനെന്നോ അല്ലെങ്കിൽ യൂണിഫോം ധരിച്ച പോലീസുകാരനാണോ എന്നൊക്കെയാണ് പറയുന്നത്. 1 2 ഭാഗത്ത് മാത്രമാണ് ഭരണാധികാരിയുടെ പേര് കൊടുക്കുന്നുള്ളൂ. അത് ഹരിത സാവിത്രി വളരെ മനഃപൂർവ്വം ചെയ്തത് തന്നെയാണെന്നാണ് തോന്നുന്നത്. കാരണം യൂണിഫോം ധരിക്കുന്ന എല്ലാവർക്കും ഒരേ ഐഡന്റിറ്റി തന്നെയാണ്. പല മുഖങ്ങളുണ്ടാവുമായിരിക്കാം. പണ്ടൊക്കെ നമ്മൾ സിനിമകളിൽ കണ്ടിട്ടുണ്ട്, പോലീസുകാർക്കൊന്നും പണ്ട് പേരുണ്ടായിരുന്നില്ല. നമ്മൾ സത്യന്റെയും ജയന്റെയും ഒക്കെ സിനിമ കാണുമ്പോൾ അല്ലെങ്കിൽ നസീറിന്റെ ഒക്കെ സിനിമ കാണുമ്പോൾ PC 110, PC 168 എന്നൊക്കെയാണ് വിളിക്കുന്നത്. അവർക്ക് പേരില്ല. കാരണം സ്റ്റേറ്റിന്റെ വക്താക്കളായ അവർക്ക് ഒരു പേര് കൊണ്ടൊരു ഉപയോഗവും ഇല്ല എന്നുള്ളത് തന്നെയാണ് അതിന്റെ അർത്ഥം വരുന്നത്. ഇപ്പോൾ ജയിൽ പുള്ളികൾക്ക് പേരില്ല. കാരണം അതിനുള്ളിലേക്ക് കടന്നാൽ അവരെല്ലാവരും ജയിൽ പുള്ളികളാണ്. അതുപോലെ തന്നെയാണ് സിൻ എന്ന ഈ നോവലിലെ എതിർപക്ഷത്ത് നിൽക്കുന്ന തിന്മയുടെ പ്രതിനിധികളായി എന്ന് നമുക്ക് തോന്നുന്ന ഭരണാധികാരികളുടെ വെറും ചട്ടുകങ്ങളായി പ്രവർത്തിക്കുന്ന ഓരോ പോലീസുകാരനും പട്ടാളക്കാരനും അവർക്ക് പേരില്ല. അവർ വരുന്നു, അവരോട് എന്താണോ ആവശ്യപ്പെടാൻ പറയുന്നു. ഒരു കോഗിന്റെ മെഷീൻ എന്ന് ഇംഗ്ലീഷിലൊരു പ്രയോഗമുണ്ട്. ഒരു വലിയ യന്ത്രത്തിന്റെ ഒരു പൽചക്രം പോലെ പ്രവർത്തിക്കുന്ന അവർക്ക് അവരോട് എന്താണ് അധികാരികൾ ആവശ്യപ്പെടുന്നത് അത് ചെയ്യാൻ മാത്രമേ സാധിക്കുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് ആർക്കും ഹരിത സാവിത്രി മനഃപൂർവ്വം പേര് കൊടുത്തിട്ടില്ല. എന്നാൽ കുർദ് പോരാളികൾക്കും അവരെ പിന്താങ്ങുന്ന ഓരോ മനുഷ്യർക്കും പേരുകളുണ്ട് താനും. മുസ്തഫയുണ്ട്, ഹൊസാൻ ഉണ്ട്, ബെറിവാൻ ഉണ്ട്, മാർക്ക് ഉണ്ട്, എൻട്രിക് ഉണ്ട്, ഹരിയ, അബ്ദുള്ള, നർജസ്, അങ്ങനെ ദേവ്രാൻ, ഗുൽ, ദിൽവ ഇവർക്കൊക്കെ പേരുകളുണ്ട്. കാരണം അവർക്ക് സ്വത്വം ആവശ്യമുള്ളവരാണ് അവരോരുത്തരും.
പോരാടുന്ന മനുഷ്യർക്ക് അവർക്ക് വ്യക്തിത്വം ഉള്ളതുകൊണ്ട് അന്യനെക്കുറിച്ച് ചിന്തിക്കുന്നവർക്ക് മാത്രമല്ലേ പോരാടാൻ സാധിക്കുള്ളൂ. അപ്പൊ അവർക്ക് തീർച്ചയായും പേരുകളുണ്ട്. അതേസമയം യൂണിഫോം അണിഞ്ഞ പല മുഖങ്ങളുണ്ടെങ്കിലും ഒരേ ലക്ഷ്യമുള്ള സ്റ്റേറ്റിന്റെ വക്താക്കൾക്ക് പേരുകൾ ഹരിത സാവിത്രി കൊടുത്തിട്ടില്ല. ഇത് ഒരു പോരാട്ടം എന്ന് പറയുന്ന വലിയൊരു പ്രമേയത്തിനെ ഹരിത സാവിത്രി എങ്ങനെയാണ് ഈ നോവലിന്റെ ആദ്യം മുതൽ അവസാനം വരെ പോരാട്ടങ്ങൾ പലതായിട്ട് വരുന്നുണ്ട്. ദേവ്രാന്റെ പോരാട്ടം, സീതയുടെ പോരാട്ടം, തിമൂറിന്റെ പോരാട്ടം, മുസ്തഫയുടേത്, അബ്ദുള്ളയുടേത് എല്ലാം ഈ പോരാട്ടങ്ങൾക്കൊക്കെ അതിൻ്റെതായ ഡിഗ്നിറ്റി, അന്തസ് ഉള്ളത് കൊണ്ടാണ് ഈ പോരാട്ടങ്ങൾക്ക് അവർ പേര് കൊടുക്കാതിരുന്നത്. മറ്റൊന്ന്, സിന്നിലെ സ്ത്രീകളെ ഒന്ന് നോക്കൂ. എത്ര ധീരരാണവർ. അഭയം തേടി എപ്പോഴെല്ലാം കുർദ് പോരാളികൾ വാതിൽ തട്ടുന്നുവോ അപ്പോഴെല്ലാം അവ തുറന്നു കൊടുക്കുന്നത് സ്ത്രീകളാണ്. സത്യത്തിൽ വലിയ ധൈര്യമൊന്നും ഇല്ലാത്ത അർമാനെ വിപ്ലവകാരിയാക്കിയത് അവനു മുമ്പേ കലാപം നയിച്ച അവന്റെ കാമുകിയായ ദിൽവയല്ലേ. മകനെ നഷ്ടപ്പെട്ടിട്ട് ദിവസങ്ങളായിട്ടും ആ വേദനയിൽ ഊർന്നിരിക്കാതെ കിലോമീറ്ററുകളോളം മുസ്തഫയെയും ഹൊസാനെയും ഒരു വൈക്കോൽ കൊണ്ട് മൂടി വണ്ടിയിലുന്തി സുരക്ഷിതമായി ഹരിയുടെ അടുത്തേക്ക് എത്തിച്ചത് നർജസ് എന്ന പടുവൃദ്ധയല്ലേ. ഭർത്താവിന് എന്തു പറ്റിയെന്നറിയാതെ ഇരിക്കുമ്പോഴും തനിക്ക് സംരക്ഷണമായി തൻ്റെയോ തൻ്റെ ഭർത്താവിൻ്റെയോ ബന്ധുക്കൾ ആരുമില്ലെന്ന ഉറപ്പിലും ഒരു പരപുരുഷനെ പിഞ്ചുമക്കളോടൊപ്പം ജീവിക്കുന്ന ഹരിയ കുർദ് പോരാളിയാണെന്നുള്ള മേൽവിലാസത്തിൽ മുസ്തഫയ്ക്ക് അഭയം കൊടുക്കുന്നത് ഹരി എന്ന സ്ത്രീയല്ലേ. അതുപോലെ മുസ്തഫയെ രക്ഷപ്പെടുത്തിയ ബെറിവാൻ എന്ന സ്ത്രീ പോരാളി, മകന്റെ കാമുകിക്ക് അഭയം നൽകിയ ഐറീൻ, മകനും ഭർത്താവും നഷ്ടപ്പെട്ട സെഹ്റ, തിമൂറിന്റെ മരണം കണ്ട് തകർന്നുപോയ മുസ്തഫയെ ഒരു മുൻപരിചയം പോലും ഇല്ലെങ്കിലും ആ മനുഷ്യനെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടോ പോകണമെന്ന് അച്ഛനോട് വാശി പിടിച്ച തരി എന്ന പെൺകുട്ടി, സീതയുടെ ദുരന്തം ലോകത്തെ അറിയിച്ച ജീവൻ പോലും ബലി കഴിക്കുക അല്ലെങ്കിൽ അപകടത്തിലായിട്ടും പത്രപ്രവർത്തകയായ പിന്നെ എല്ലാറ്റിനുമുപരി സീത. സീതയുടെ മനസ്സിന്റെ ധൈര്യം കൊണ്ട് മാത്രമല്ലേ അവൾ മരിക്കാതെ ബാക്കിയായത്. ഇതൊക്കെ ആ സിൻ എന്ന നോവലിലെ ധീരരായ സ്ത്രീകളല്ലേ സഞ്ചരിച്ചിരിക്കുന്നത്. അതുപോലെ മറ്റൊന്നാണ് പ്രണയം. ഈ നോവലിൽ മനോഹരമായ പ്രണയങ്ങളാണുള്ളത്. ഒരു പോരാട്ടത്തിലേക്ക് അർമാനെ നയിക്കുന്നത് എന്താണ്? അർമാനും ദിൽവയും അതുപോലെ സീതയും ദേവറാനും തിമൂറും ഗുല്ലും എത്ര മനോഹരമായിട്ടുള്ള പ്രണയങ്ങളാണെന്ന് നോക്കൂ. സത്യത്തിൽ ദിൽവയാണ് അർമാനെ കൊണ്ടുപോയി ഇത്രയും വലിയ ആദ്യമായിട്ട് രാജ്യത്തിന് വേണ്ടി ജീവൻ ഹുതി ചെയ്തത് ദിൽവയാണ്. അവൾ അത് ചെയ്തപ്പോൾ മാത്രമാണ് തൻ്റെ സ്വത്വത്തെക്കുറിച്ച്, അസ്തിത്വത്തെക്കുറിച്ച്, താൻ ചെയ്യുന്ന കടമകളെക്കുറിച്ച് അർമാൻ ബോധവാനായത്. സീതയും അതുപോലെ ദേവ്രാനും തമ്മിലുള്ള ബന്ധം നോക്കൂ. തൻ്റെ വീടും വീട്ടുകാരും എല്ലാം ഉപേക്ഷിച്ച് ഇത്രയും ധൈര്യത്തോടു കൂടി കലാപഭൂമിയിലൂടെ അവൾ സഞ്ചരിക്കുന്നത് ആ പ്രണയത്തിന്റെ ധൈര്യത്തിലും ബലത്തിലും ഒന്നുകൊണ്ട് മാത്രമല്ലേ. പറഞ്ഞോ പറഞ്ഞില്ലെങ്കിലും എത്ര തീവ്രമായിട്ടാണ് ഗുല്ലിനെ തിമൂർ സ്നേഹിക്കുന്നതെന്ന് നോക്കൂ. ഇത്രയും മനോഹരമായ പ്രണയം ഈ കലാപഭൂമിയിൽ എത്ര പാരലായി, എത്ര ഭംഗിയോടുകൂടിയാണ് ഈ നോവലിൽ ആവിഷ്കരിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ സൗഹൃദങ്ങളെ കുറിച്ച് നോക്കൂ. തിമൂറും സീതയും തമ്മിലുള്ള സൗഹൃദം നോക്കൂ. സത്യത്തിൽ ജീവൻ ആർക്കു വേണ്ടിയാണ് തിമൂർ ബലി കഴിക്കുന്നത്? സീതയ്ക്ക് വേണ്ടിയല്ലേ. സീത അവന്റെ ആരാണ്? സുഹൃത്തല്ലേ. എത്ര ഭംഗിയുള്ള സൗഹൃദമാണെന്ന് നോക്കൂ. മുസ്തഫയും അർമാനും. അർമാനെ മുസ്തഫയോളം അറിഞ്ഞത് വേറെ ആരാണ്? തിമൂറിനെ ആദ്യമായിട്ട് മുസ്തഫ സ്വീകരിക്കുന്നില്ലെങ്കിൽ പോലും പിന്നീട് തിമൂറും മുസ്തഫയും കൂടുതൽ അടുക്കുന്നുണ്ട്. തിമൂർ ഒരു ഉന്നത ജീവിതം നയിക്കുന്ന ഒരാളായിട്ടും മുസ്തഫയോട് കൂടെ ചേർന്നു പോകാൻ അവന് ബുദ്ധിമുട്ടില്ലാതെ ഇരിക്കുന്നത് എന്തുകൊണ്ടാണ്? ആ സൗഹൃദത്തിന്റെ ബലം തന്നെയാണ്. പലയിടങ്ങളിലും വെച്ചും തിമൂറിനെ തിരുത്തുന്നുണ്ട്. തിമൂറിന്റെ പേഴ്സ് കണ്ട് പറയുന്നുണ്ട്, നിന്റെ ഇത്രയും വലിയ പണവും പദവിയൊന്നും ഇവിടെ നീ എടുക്കേണ്ട കാര്യമില്ല എന്നൊക്കെ പറയുന്നുണ്ട് അവൻ. അതുപോലെ തന്നെ പേരറിയാത്ത വേറെയും എത്രയോ ഊഷ്മളമായ ബന്ധങ്ങളുണ്ട് ഈ നോവലിൽ. എന്തിനു വേണ്ടിയാ ബെറിമാൻ മുസ്തഫയെ രക്ഷപ്പെടുത്തിയത്? പേരറിയാത്തൊരു ട്രക്ക് ഡ്രൈവർ സീതയെ സുരക്ഷിതമായ ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കുന്നത് എന്തിനു വേണ്ടിയാണ്?
സീതയെ കൊണ്ടുപോകുന്ന പോലീസ് വണ്ടിയുടെ പിന്നാലെ റോജ എന്ന നായ ഓടുന്നത്, വെടിയേറ്റ് വീഴുന്നത് എന്തിനു വേണ്ടിയാണ്? വെറും ഒരു രോഗിയെ സംരക്ഷിക്കുന്നതിന് അല്ലെങ്കിൽ ശുശ്രൂഷിക്കുന്നതിനപ്പുറത്തേക്ക് ജീവൻ പണയം വെച്ച് ഡോക്ടർ സീതയെ രക്ഷിച്ചത് എന്തുകൊണ്ടാണ്? ഉത്തരം ഒന്നേയുള്ളൂ: മനുഷ്യസ്നേഹം. ഒരു മനുഷ്യന് മറ്റൊരു മനുഷ്യനോട് തോന്നേണ്ടുന്ന ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹം തന്നെയാണ് അവരെ ഇതിലേക്കൊക്കെ നയിച്ചിട്ടുള്ളത് എന്ന് തന്നെയാണ് നമുക്ക് പറയാനുള്ളത്. അതുപോലെ നമുക്ക് മറ്റൊന്ന് പറയാനുള്ളത് സംസ്കാരങ്ങളുടെ ഒരു അന്തരമാണുള്ളത്. നമുക്കറിയാം അവരെ ഏറ്റവും അനുചിതമായ ഒരു അവസ്ഥയിലാണ് അവര് ജീവിച്ചു പോകുന്നതെന്ന്. പക്ഷെ അവരുടെ ഒരു സംസ്കാരം നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒന്നാണ്. വിവാഹം കഴിക്കാതെ തന്നെ തൻ്റെ മകന്റെ കാമുകി അവനെ അന്വേഷിച്ച് വീട്ടിലേക്ക് വരുമ്പോ ഒരു ഒരു വ്യത്യാസവുമില്ലാതെ അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെയാണ് അവന്റെ അമ്മ അവളെ സ്വീകരിക്കുന്നത്. പൊതുവെ നമ്മൾ പറയുന്നത് ഇസ്ലാം മതവിശ്വാസികൾ വളരെയേറെ ഓർത്തഡോക്സ് ആണ്, വളരെ ക്ലോസ്ഡ് ആയിട്ടുള്ള പല ആചാരങ്ങളും സൂക്ഷിക്കുന്നവരാണെന്നൊക്കെ നമ്മൾ പറയുമ്പോഴും, അവര് എത്ര മനോഹരമായിട്ടാണ് അവരാ സീതയെ സ്വീകരിക്കുന്നതെന്ന് നോക്കൂ. സീതയെ സ്വീകരിക്കുന്നുണ്ട്. സീതയെ സ്വീകരിച്ചതിന് ശേഷം വളരെ സ്നേഹത്തോടു കൂടി അവളോട് ഇടപെടുന്നുണ്ട്. എന്നിട്ട് അവൾക്ക് വേണ്ടതെല്ലാം കൊടുക്കുന്നു. അവൾ ഗർഭിണിയാണെന്ന് അറിയുമ്പോൾ ഏറ്റവും അധികം അവൾ സന്തോഷിക്കുകയാണ് അവര് ചെയ്യുന്നത്. ഒരുപക്ഷെ ആ സ്ത്രീക്ക് അറിയില്ല അവരുടെ മകനോ എന്നെങ്കിലും തിരിച്ചു വരുമോ, അല്ലെങ്കിൽ അവൻ ജീവനോടെ ഉണ്ടാവുമോ എന്നൊന്നും അവർക്കറിയില്ല. പക്ഷെ എന്നിട്ടും അവരാ പെൺകുട്ടിയെ സ്വീകരിക്കാൻ കാട്ടിയ വലിയൊരു മനസ്സ്. അതേസമയം അവൾ ഗർഭിണിയാണെന്ന് അറിയുമ്പോ അവളുടെ അമ്മയും അവളുടെ കുടുംബവും ഈ കൊച്ചു കേരളത്തില്, ഇന്ത്യയിലെ സംസ്കാരം എന്നൊക്കെ ഊറ്റം കൊള്ളുന്ന ഇന്ത്യയിലെ അവളെ ഉപേക്ഷിക്കുകയാണ് ചെയ്യുന്നത്. അവളെ വെറുക്കുകയാണ് ചെയ്യുന്നത്. തന്നെ സ്വീകരിക്കാൻ എത്തുന്ന, അല്ലെങ്കിൽ അവൾ ഏറ്റവും അത്യന്തമായിട്ടുള്ള അവസ്ഥയിലാണ് കിടക്കുന്നത് എന്നറിഞ്ഞ് വരുന്ന സോമശേഖരനോട് സീത ചോദിക്കുന്നുണ്ട്, എന്നെ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ പറ്റുമോ എന്നുള്ളത്. അതിന് സോമശേഖരൻ മറുപടി പറയുന്നത്, എങ്ങനെ കൊണ്ടുപോവുക എന്നുള്ളതാണ്. അവിടെയുള്ള നാട്ടുകാരെന്തു പറയും? പത്രങ്ങൾ അറിഞ്ഞാൽ എന്ത് ചെയ്യും? അത്തരം സദാചാര ബോധങ്ങളെക്കുറിച്ച്, മാധ്യമങ്ങളുടെ വേട്ടയെക്കുറിച്ച് ഏറെ ബോധവാന്മാരാണ് നമ്മൾ മലയാളികൾ. ഇന്ത്യക്കാരെന്ന് മാത്രം പറയണ്ട, നമ്മൾ മലയാളികൾ. കാരണം അന്യരുടെ കണ്ണാടിയിലൂടെ നമ്മളെ എങ്ങനെ കാണുന്നു എന്നതിനെക്കുറിച്ച് കൂടുതൽ ഉത്സാഹപ്പെടുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. അതുകൊണ്ട് തന്നെയാണ് തൻ്റെ മകൾ ഇത്തരമൊരു അവസ്ഥയിലാണെന്നറിഞ്ഞിട്ട് പോലും, പൂർണ്ണമായ സങ്കടമുണ്ടായിട്ട് പോലും അവളെ സ്വീകരിക്കാൻ അവളുടെ കുടുംബത്തിന് സാധിക്കാതെ പോകുന്നത്. അവിടെയാണ് നമുക്ക് മുന്നിൽ എപ്പോ വേണമെങ്കിലും ജീവൻ നഷ്ടപ്പെടാവുന്ന കുരുത്തുകൾ ഉയർന്നു നിൽക്കുന്നത്. നമുക്ക് പറഞ്ഞു നിർത്താമെന്ന് തോന്നുന്നു. ഈ നോവൽ അവസാനിക്കുമ്പോൾ പറയുന്ന ഒരു വാചകമുണ്ട് ഹരിതസാവിത്രി. മറ്റൊന്നുമല്ല, ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്ന കൂട്ടുകാരുടെ ചുമലുകൾക്ക് മുകളിലൂടെ സീതയുടെ കണ്ണുകൾ തന്നെ തേടി വരുന്നത് കാർ പാർക്കിങ്ങിന്റെ ഒരു വശത്ത് ഒതുങ്ങി നിന്ന് രംഗം നിരീക്ഷിച്ചു കൊണ്ടിരുന്ന ചെറുപ്പക്കാരൻ കണ്ടു. ഞാൻ ഇവിടെയുണ്ട്, അയാൾ കൈകൾ ഉയർത്തി വീശി. എല്ലാ മുറിവുകളെയും ഉണക്കാൻ ശക്തിയുള്ള ഉപ്പുകാറ്റ് അവരെ തഴുകി തലോടി കടന്നുപോയി എന്ന് ഈ വാചകത്തോടെ അവസാനിക്കുന്നു. പക്ഷേ നോവൽ വായിക്കുന്ന ആർക്കും അത് അത്ര എളുപ്പമാവില്ല. നമുക്കറിയാം, ഈ നിമിഷവും ഏതൊക്കെയോ രാജ്യങ്ങളിൽ യുദ്ധം നടക്കുന്നുണ്ടാകാം. ബോംബേറിലും വെടിവെപ്പിലും മരിച്ചവരുണ്ടാകാം, മുറിവേറ്റവരുണ്ടാകാം, എല്ലാം നഷ്ടപ്പെട്ടവരുണ്ടാകാം, അഭയാർത്ഥികളെപ്പോലെ അലയുന്നവരുണ്ടാകാം, വിശന്നും വേദനിച്ചും കരയുന്ന ഒരുപാട് കുഞ്ഞുങ്ങളും ഉണ്ടാകാം. നാളെ അങ്ങനെയൊന്ന് നമ്മുടെ നാടിനും വിദൂരമല്ല എന്നൊരു ഓർമ്മപ്പെടുത്തലോടുകൂടിയാണ് ഈ നോവൽ അവസാനിക്കുന്നത്. എന്നെ ഈ ചർച്ചയ്ക്ക് വിളിച്ച എല്ലാ പ്രിയപ്പെട്ട സഖാക്കൾക്കും സുഹൃത്തുക്കൾക്കും നന്ദി. ഒപ്പം വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ്, യുദ്ധം അത് ഏത് നിലയിലാണെങ്കിലും ഏറ്റവും അധികം ബാധിക്കുന്നത് കുഞ്ഞുങ്ങളെയും അമ്മമാരെയും പ്രായമുള്ളവരെയുമാണ്. നമ്മൾ ഏറ്റവും ആകുലമായ ഒരു അവസ്ഥയിലൂടെയാണ് നമ്മളിപ്പോൾ ഓരോരുത്തരും കടന്നു പോകുന്നത്. എന്തിൻ്റെ പേരിലാണെങ്കിലും അടിച്ചമർത്തപ്പെടുന്നവൻ എന്നും ദുർബലനാണ്. മതത്തിൻ്റെ പേരിൽ ഭരിക്കുന്ന ഒരു നാട്ടിൽ ജീവിക്കുമ്പോൾ എതിർപ്പിൻ്റെ ഓരോ ശബ്ദങ്ങൾക്കും
കഴുകന്മാരുടെ കണ്ണുകളാണ് കാവലുണ്ടാകുന്നത്. പക്ഷേ, ആ ഏറ്റവും അടിച്ചമർത്തുന്ന അവസ്ഥയിലും ഒരു വിരലെങ്കിലും ഉയർത്തിപ്പിടിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായും ആശംസിച്ചുകൊണ്ട് നിർത്തട്ടെ. അഭിവാദ്യങ്ങൾ.